അച്ഛാ, ഞാൻ നഗരത്തിലുള്ള കോളേജിൽ പോയി അന്വേഷിച്ചിരുന്നു. അവിടെ താമസിക്കാനും പഠിക്കാനും ഒക്കെ ആയിട്ട് ഏകദേശം മാസം 1000 രൂപയുടെ അടുത്ത് ചെലവ് വരും. ഞാൻ എന്താ ചെയ്യുക? ആ മോനെ, നീ അതിനെക്കുറിച്ചൊന്നും വിഷമിക്കേണ്ട. ഞാൻ ഇന്ന് തന്നെ എൻ്റെ മുതലാളിയുടെ അടുത്ത് പോയിട്ട് നിനക്ക് വേണ്ട കാശ് സംഘടിപ്പിച്ചുകൊണ്ട് വരാം. നീ പട്ടണത്തിൽ പോയി വളരെ നന്നായി പഠിക്കണം കേട്ടോ. പക്ഷേ മുതലാളി ഇത്രയും പൈസ തരാൻ തയ്യാറാവോ? ഞാൻ വളരെ കാലമായി അദ്ദേഹത്തിനൊപ്പം ജോലി ചെയ്യില്ലേ. അദ്ദേഹം ഒരിക്കലും നിരസിക്കില്ല. ആ പറഞ്ഞത് സത്യമാണ്. അയാളുടെ സ്വർണ്ണക്കട നോക്കാൻ നിങ്ങളെക്കാൾ വിശ്വസ്തനായ ഒരാളെ കിട്ടാൻ ഇനി ഒരു സാധ്യതയില്ല. അതുകൊണ്ട് എന്തായാലും നിങ്ങൾക്ക് പൈസ തരും, അതുറപ്പാ. ശരി, ഞാൻ പോയി അദ്ദേഹത്തിനെ കണ്ടിട്ട് വരാം. ആ മുതലാളി, എനിക്ക് താങ്കളോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. ഓ, എന്താ കാര്യം? മടിക്കാതെ പറഞ്ഞോളൂ. ഞാൻ എൻ്റെ മകനെ പട്ടണത്തിലുള്ള സ്കൂളിലേക്ക് പഠിക്കാനായിട്ട് അയക്കുകയാണ്. ആ, അത് നല്ല കാര്യമാണ്. ഇന്നത്തെ കുട്ടികൾ പട്ടണത്തിൽ പോയി പഠിച്ചാലേ നന്നായി പഠിക്കൂ. അവനെ അങ്ങോട്ട് അയക്കണമെങ്കിൽ 1000 രൂപയുടെ ചെലവുണ്ട്. താങ്കൾക്ക് എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ? ഓ രാജപ്പ, നമ്മുടെ ബിസിനസ് വളരെ മോശമാണെന്ന് നിനക്ക് തന്നെ അറിയാലോ. മാത്രമല്ല, മകളുടെ വിവാഹം അടുത്ത് തന്നെ ഉണ്ടാവും. അതുകൊണ്ട് എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റാത്തതിൽ സങ്കടമുണ്ട്. പക്ഷേ നമുക്ക് നോക്കാം. പിന്നെ ഈ മാസത്തെ ശമ്പളം നീ കൈപ്പറ്റിയില്ലല്ലോ അല്ലേ? ഒരു കാര്യം ചെയ്യ്, ഈ മാസത്തെ ശമ്പളത്തിൻ്റെ കൂടെ നിനക്ക് ഞാനൊരു 100 രൂപ കൂടുതലായിട്ട് തരാം. ഇന്നാ ഇത് വാങ്ങിക്കേ. ശരി മുതലാളി. ഞാൻ അന്ന് പറഞ്ഞ കാര്യം എന്താ, ശരിയായോ? അത് തയ്യാറായിട്ടുണ്ട്. താങ്കൾ ഇരിക്കൂ, ഞാൻ ഇപ്പൊ തന്നെ തരാം. രാജപ്പ, ആ അലമാരി തുറന്ന് അതിലൊരു മാലയുണ്ട്, അതിങ്ങോട്ട് എടുക്ക്. അതിൽ വിപിൻജി എന്ന് എഴുതിയിട്ടുണ്ടാവും. അത് തന്നെ. ഇപ്പൊ തന്നെ കൊടുത്തേക്കാം. നിങ്ങൾ പറഞ്ഞ സമയത്ത് തന്നെ എനിക്ക് മാല തന്നു. നിങ്ങൾ വളരെ സത്യസന്ധനായ ഒരു സ്വർണ്ണപ്പണിക്കാരൻ തന്നെയാണ് കേട്ടോ. ഞാൻ ഇതിന്റെ ബാക്കി പണം ഉടനെ തന്നെ തരാം. അതൊന്നും കുഴപ്പമില്ലെന്നേ. രാജപ്പ, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. നീ അതുവരെ കടയൊന്ന് നോക്കിക്കോണേ. ഞാൻ നോക്കിക്കോളാം. അല്ല, ഇതാ വിപിൻജയന്റെ സ്വർണ്ണാഭരണ സഞ്ചിയാണല്ലോ. അദ്ദേഹം ഇത് മറന്നു വെച്ചിട്ട് പോയല്ലോ. ഇത് ഞാൻ അദ്ദേഹത്തിന് കൊടുക്കണോ അതോ ഞാൻ കയ്യിൽ വെക്കണോ? മോനെ സ്കൂളിൽ അയക്കാനുള്ള പണം എന്തായാലും ഇപ്പം എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് ഇത് എൻ്റെ കയ്യിലിരിക്കട്ടെ. ഞാൻ എവിടെയും പോയിട്ട് മോഷ്ടിച്ചൊന്നും അല്ലല്ലോ. അയാള് അതിവിടെ മറന്നു വെച്ചതല്ലേ, അതുകൊണ്ട് സാരമില്ല. ഞാനിതിൽ തെറ്റുകാരനൊന്നും അല്ല. എന്തായാലും പോയ കാര്യം നടന്നു. നീയും വീട്ടിൽ പോയിട്ട് വാ. ശരി മുതലാളി. ഈ സ്വർണ്ണാഭരണങ്ങള് ഞാൻ ആ നാരായൺജിയുടെ കടയിൽ കൊണ്ട് കൊടുത്താ എനിക്ക് എന്തായാലും ഒരു 1000 രൂപ കിട്ടാതിരിക്കില്ല. പക്ഷെ അതിനകത്ത് അയാളുടെ വിപിൻജി എന്ന പേര് എഴുതിയിട്ടുണ്ടല്ലോ. അതെങ്ങനെയെങ്കിലും ആദ്യം ഒന്ന് മായ്ച്ച് കളയണം, എന്നാലേ ഇതൊക്കെ നടക്കുള്ളൂ. അയ്യോ, ആ സഞ്ചി കാണാനില്ലല്ലോ. അയ്യോ, എന്തു ചെയ്യും? ഞാൻ ഇതുവരെ ആരെയും പറ്റിച്ചിട്ട് പോലുമില്ല. പക്ഷെ സ്വന്തമായിട്ടൊരാവശ്യം വന്നപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു പോയി. ദൈവമേ, നീ എനിക്ക് വല്ലാത്തൊരടിയാണല്ലോ തന്നത്. ഞാൻ ഇനി എന്താ ചെയ്യുക? ആദ്യമായിട്ട് കിട്ടിയ ഒരു കച്ചിത്തുരുമ്പായിരുന്നു, അത് ഇപ്പൊ ഇല്ലാതായിപ്പോയല്ലോ ദൈവമേ. എന്താ രാജപ്പ, നീ പെട്ടെന്ന് തന്നെ വന്നല്ലോ. നീ ഭക്ഷണം കഴിച്ചില്ലേ? ഇല്ല മുതലാളി, എൻ്റെ വയറിന് നല്ല സുഖമില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ഭക്ഷണം കഴിച്ചിട്ട് വേഗം കടയിലേക്ക് തിരിച്ചു വന്നു. എന്താ രാജപ്പ, നിനക്ക് സുഖമില്ലെങ്കിൽ നീ വീട്ടിൽ പോയി വിശ്രമിക്കേ. വയ്യാതെ നീ എന്തിനാ കടയിലേക്ക് ബുദ്ധിമുട്ടി വരുന്നേ? ഇപ്പൊ തന്നെ വീട്ടിലേക്ക് പൊക്കോ. അത് എനിക്ക് വീട്ടിൽ പോകാൻ തോന്നിയില്ല, അതുകൊണ്ടാണ്. ധനരാജ്, എനിക്ക് അബദ്ധം പറ്റി. എന്തു പറ്റി വിപിൻജി? ഞാൻ നിങ്ങളുടെ കടയിൽ നിന്ന് ആ ആഭരണമായി പോകുന്ന വഴി എനിക്കത് നഷ്ടപ്പെട്ടു. എന്നെന്റെ ഭാര്യയുടെ പിറന്നാളാണ്. എനിക്ക് ആ മാല തീർച്ചയായും അവൾക്ക് കൊടുക്കേണ്ടതാണ്. അയ്യോ, കഷ്ടം തന്നെ. ഇനി ഞാൻ എന്താ ചെയ്യാ? വേറെ ഒന്നും ചെയ്യാറില്ല. അതേപോലൊരു മാല താങ്കൾ എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് ഉണ്ടാക്കി തന്നാൽ മാത്രം മതി. നോക്കൂ വിപിൻജി, അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു തരം മാലയാണ്. അതുപോലെ തന്നെ ഒരെണ്ണം ഉണ്ടാക്കണമെങ്കിൽ സമയമെടുക്കും. താങ്കൾ അതുപോലെ മറ്റെന്തെങ്കിലും തിരഞ്ഞെടുത്തോളൂ. അത് വേണ്ട. എന്തായാലും
താങ്കൾ ആ മാല എനിക്ക് ഉണ്ടാക്കി തന്നാൽ മതി. തൽക്കാലം ഇന്ന് ഞാൻ അവൾക്ക് കുറച്ച് സാരിയും മറ്റു വസ്ത്രങ്ങളും കൊടുത്ത് സന്തോഷിപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ അടുത്ത ആഴ്ച ഇതേ ദിവസം തന്നെ ഇങ്ങോട്ട് വന്നോളൂ. മാല അപ്പോഴേക്കും തയ്യാറാവും. ഓ, എന്താ ശരി, ഞാനിപ്പോ പോകുന്നു. രാജപ്പ, നിങ്ങൾ ഇപ്പോൾ തന്നെ വീട്ടിലേക്ക് പൊക്കോളൂ. അസുഖം മാറിയിട്ട് ഇനി ഇങ്ങോട്ട് വന്നാ മതി കേട്ടോ. ശരി മുതലാളി. എന്തൊരു കഷ്ടം. ബിബിൻജിക്കും അത് കിട്ടിയില്ല, എനിക്കും അത് കിട്ടിയില്ല. വല്ലാത്തൊരു ദിവസം തന്നെ. കയ്യിലുണ്ടായിരുന്നത് നഷ്ടപ്പെട്ടു. എന്തുപറ്റി? ഇന്നെന്താ ഭക്ഷണം കഴിക്കാൻ വരാൻ ഇത്രയും വൈകിയത്? ഞാൻ വൈകി വന്നതല്ല, ഞാൻ ലീവ് എടുത്ത് വന്നതാണെന്ന്. അതെന്തു പറ്റി? എന്താ സംഭവിച്ചത്? എന്നെ സഹായിക്കാൻ പറ്റില്ല എന്ന് നമ്മുടെ മുതലാളി പറഞ്ഞു. പക്ഷെ അദ്ദേഹം വേറൊരു കാര്യം ചെയ്തു. എൻ്റെ എല്ലാ മാസത്തെ ശമ്പളത്തിൻ്റെയും കൂടെയും 100 രൂപ കൂടുതൽ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സാരമില്ല, അയാൾ അത്രയെങ്കിലും ചെയ്യാന്ന് പറഞ്ഞില്ലേ. പക്ഷെ അത് എനിക്ക് കിട്ടാനുള്ള യോഗമില്ല. കാരണം ഞാൻ വരുന്ന വഴിയിൽ അത് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിന്നേ. അയ്യോ എൻ്റെ ദൈവമേ, നമ്മളിനി എന്ത് ചെയ്യും? സാരമില്ല, വീട്ടിലത്തെ ചെലവ് ഞാൻ എങ്ങനെയെങ്കിലും നോക്കും. പക്ഷെ മോന്റെ പഠന ചെലവ്, അതിന് നമ്മളിനി എന്ത് ചെയ്യും? നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. എനിക്കിന്നൊരു സാധനം കിട്ടി. എന്ത് സാധനമാണ്? എന്താന്ന് പറയേ. ഞാനിന്ന് വഴി കൂടെ നടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വഴിയിൽ വെച്ച് ഈ 2 ചെറിയ സഞ്ചികൾ കിട്ടി. ഈ സഞ്ചി ഞാൻ തുറന്നു നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു മാലയുണ്ടായിരുന്നു. ആ മാലയിൽ വിപിൻ എന്ന് പേര് എഴുതിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ മാല നീ എന്ത് ചെയ്തു? ഞാൻ വേറെ എന്ത് ചെയ്യാനാ? എൻ്റെ സ്ഥാനത്ത് താങ്കളായിരുന്നെങ്കിൽ എന്താണ് ചെയ്യുക? അത് തന്നെ. എന്നുവെച്ചാ ആ മാലയിൽ ആരുടെ പേരാണോ ഉണ്ടായിരുന്നത്, ഞാൻ നേരെ അവരുടെ വീട്ടിൽ പോയി അതവർക്ക് കൊടുത്തു. അത്ര തന്നെ. വളരെ നല്ല കാര്യം മോനെ. പിന്നീട് എന്ത് സംഭവിച്ചെന്നറിയാമോ? അദ്ദേഹം എനിക്ക് പാരിതോഷികമായി 1000 രൂപ തന്നു. മാത്രമല്ല ഇത് അദ്ദേഹത്തിന്റെ അല്ലാന്ന് പറഞ്ഞ് എനിക്ക് തിരിച്ചു തരികയും ചെയ്തു. മാത്രമല്ല ഈ സഞ്ചിയിൽ 2000 രൂപയുണ്ട്. പക്ഷെ ഈ 2000 രൂപ ആരുടെയാണെന്ന് ആർക്കും അറിയില്ല. ദേ നോക്കിക്കേ, സത്യത്തിന് എന്തായാലും ദൈവം പ്രതിഫലം തന്നിരിക്കും. അച്ഛൻ എപ്പോഴും പറയാറില്ലേ നമ്മൾ എപ്പോഴും സത്യസന്ധരായിരിക്കണമെന്ന്. നമ്മൾ സത്യസന്ധരായിരുന്നാൽ അതിന്റെ പ്രതിഫലം നമുക്ക് കിട്ടുമെന്ന്. ഇപ്പൊ കണ്ടോ, അച്ഛൻ പറഞ്ഞത് വളരെ സത്യമായില്ലേ? നോക്കൂ, ഞാൻ നിന്നോട് ഇതെല്ലാം പറഞ്ഞു തന്നിട്ടേ ഉള്ളൂ. പക്ഷെ നീ അത് ചെയ്ത് കാണിച്ചു. ഞാൻ എപ്പോഴും അച്ഛൻ കാണിച്ചു തന്ന മാർഗത്തിലൂടെയാണ് പോകുന്നത്. ഞാനിനി ഒരിക്കലും സത്യസന്ധത വിട്ട് ഒന്നും ചെയ്യില്ല. ഞാൻ ഈ ചെയ്ത തെറ്റിന് എന്നോട് ക്ഷമിക്കൂ ദൈവമേ.